കഴിഞ്ഞ ഓണത്തിന് എന്തോരം സാധനങ്ങൾ പൊളിച്ചടിക്കപ്പെടുന്ന ടേബിളെന്നറിയാം. പ്രാവശ്യം ഓണം കൊറോണ ഉണ്ട്. എന്താ അച്ഛാ ഈ ആറന്മുള വള്ളസദ്യക്ക് ഈ ഇഷ്ടംപോലെ വിഭവങ്ങൾ കാണും. ഇവിടെ ആറന്മുള അപ്പം നാട്ടുകാർ എന്തെങ്കിലും കുറവ് വരുത്തോടാ. 40-45 കൂട്ടം കറികളാണ് സദ്യക്ക്. അത് വിളമ്പി വെക്കണ കാണാൻ എന്തൊരു ഐശ്വര്യം എന്നറിയാം, എന്തൊരു ഭംഗിയെന്നറിയാം. ടേസ്റ്റാ, പറഞ്ഞറിയിക്കാവുന്ന ടേസ്റ്റാണ്. അച്ഛാ ഈ ആറന്മുള സദ്യ ഉണ്ടല്ലോ, നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. പിന്നെ എന്താ ബുക്ക് ചെയ്യാല്ലേ? അല്ല അച്ഛാ, നമുക്ക് ഈ കൊറോണ ഒക്കെ മാറിയതിന് ശേഷമേ ആറന്മുള പോയി സദ്യ കഴിക്കണേ. കഴിക്കാടാ, ബുക്ക് ചെയ്യാം. നമുക്ക് അങ്ങനെ പോവാം, കുടുംബസമേതം ആറന്മുള സദ്യ കഴിക്കാൻ പോവാം. പോടാ, അച്ഛൻ വല്ല പണിയെടുക്കട്ടെ. അച്ഛൻ ആരെയും കിട്ടിയോ ചുമ്മാ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇടപെട അത് ഞാൻ പോയിട്ട് ഒരു സ്ഥലം വരെ. ഡ്രസ്സിങ്ങിലൊക്കെ ഇത്തിരി മെനയും വൃത്തിയൊക്കെ ഉണ്ട്. ഡ്രസ്സിങ് മാത്രമേ കാണത്തുള്ളൂ, കുളിച്ചൊന്നും കാണത്തില്ല അല്ലേ ഏട്ടാ? ഒരു നല്ല കാര്യത്തിന് മുമ്പ് ഇടങ്കോലിടാൻ നിൽക്കല്ലേട്ടാ. എവിടെ പോണെന്ന് പറഞ്ഞിട്ട് പോടേ. അച്ഛാ പോയിട്ട് വന്നിട്ട് പറയാ. എവിടെ പോണ്ട വന്നിട്ട് പറഞ്ഞ പോരെ. പെറ്റ തള്ള ചോദിച്ചോ പറയല്ലോ. എവിടെ പോണം? വലിയവനായിപ്പോ. അച്ഛാ അതല്ല, ഇതിപ്പോ പറഞ്ഞ അല്ലെ ഞാൻ പറയാം. ഞാൻ ഇന്റർവ്യൂവിന് പോകും. ഈ ഓണാവധിക്ക് എവിടെ ഇന്റർവ്യൂ? ഓണാവധിക്ക് എവിടെ ഇന്റർവ്യൂ? ഇത്രയും 7 മാസം അവധി എടുത്ത് പോരെ വീട്ടിലിരിക്കണം ഈ അവധിക്കും. അച്ഛന് കൊറേ കാലം കൊണ്ടേ അവധിയല്ലേടാ, അതാണ്. അയ്യോ, കുറച്ച് സമയം കിട്ടിയാ ഭർത്താവിനെ കളിയാക്കാൻ. അയ്യാ അതെ, ഞാൻ പോണ്. മീനാക്ഷി വെയിറ്റ് ഉണ്ടാവും. ചേട്ടാ നിക്ക് കേട്ടാ, എന്ത് കമ്പനിയാന്ന് പറ. ഒരു മൾട്ടിനാഷണൽ കമ്പനി അമ്മ. അത് ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോബിന് കയറുന്നത്. കണ്ടന്റ് റൈറ്റർ ആയിട്ട്. അല്ല ഇപ്പൊ കിട്ടണതെന്ന് പറഞ്ഞാൽ അപ്പൊ ജോലി കിട്ടിയില്ലല്ലോ. ഇന്റർവ്യൂ കഴിഞ്ഞാലല്ലേ ജോലി കിട്ടും. അമ്മ കോൺഫിഡന്റ്. ഞാൻ അടിപൊളിയല്ലേ, എനിക്കറിയാലോ എന്റെ പെർഫോമൻസ്. അത് മതി. പണ്ടൊക്കെ ഇന്റർവ്യൂവിന് പോകാൻ നേരത്ത് തന്തേരെ കാല് തൊട്ടിട്ട് പോകും. ഇപ്പോഴും പറഞ്ഞതിന് വേണ്ടി തൊഴുതാ കുറ്റം, തൊഴുതില്ലേ കുറ്റം. ഇതാണ് അവൻ തൊഴാത്തത്. മക്കള് പോയിട്ടോടാ. ഓൾ ദി ബെസ്റ്റ് ഏട്ടാ. താങ്ക് യു. എനിക്ക് കുറെ പണിയുണ്ട്. നീയേ എന്റെ കാല് തൊട്ട് തൊഴുതിട്ട് ഒരുപാട് നാളായല്ല. കല്യാണത്തിന് അന്ന് എന്തോ തൊട്ടത്. നീ തൊട്ട് തൊഴിട്ടില്ലല്ലോ. തൊഴടി. ഞാൻ തൊഴി. പിള്ളേർക്ക് ഒന്ന് കാണണ്ട. ഓ, പിള്ളേര് കണ്ടിട്ടില്ലല്ലോ. കല്യാണത്തിന് തൊട്ട് എഴുതല്ലേ അല്ലേ? ബാലുവിന്റെ ഒരു കാര്യം. കാലിപ്പിക്കാൻ നോക്കാണ്. വയസ്സാം കാലത്ത് കുറെ ആഗ്രഹങ്ങള് ചോദിച്ചു മേടിച്ചു. അതിമോഹം. വാ മക്കളെ ഇങ്ങോട്ട്. നീലൂമ്മക്ക് എത്ര മക്കളാന്ന് പറഞ്ഞ? 2 മക്കളെ ഉള്ളോ? ബാക്കി 3 അവിടെ പോയി. 3 ഓടിപ്പോയാ? എങ്ങോട്ട് ഓടിപ്പോയി? കേശുവിനോട് ശിവനോടൊക്കെ പറയട്ടെ 3 ഓടിപ്പോയെന്ന്. ആരൊക്കെ ഓടിപ്പോയേ? അമ്മ ചേട്ടനെ ഒന്ന് വിളിക്കോ? അല്ല വിളിക്കമ്മ. എന്തിനാണ്? അല്ല അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാലോ. ആണോ? ഒരു കാര്യത്തിന് പോയിക്കല്ലേ, വിളിച്ച് ശല്യപ്പെടുത്തണ്ട. കാര്യം കഴിയുമ്പോ ഇവിടെ വരും, അപ്പൊ അറിയാം കേട്ടാ. ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കൊരു ഫോൺ മേടിച്ചു തരാൻ. വലിയ ഫോണൊന്നും വേണ്ട, ഒരു കീപാഡ് മതി. അതാകുമ്പോ ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഞങ്ങൾക്ക് വിളിക്കാമല്ലോ. അതെ, ഒരു അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ അത് ഉപയോഗപ്രദമാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തേ? ഞാൻ ആ ലാപ്ടോപ്പിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് 2 പേർക്കും പഠിക്കാൻ. ഇനിയിപ്പോൾ അത് വേണ്ടെന്ന് വെക്കാം അല്ലേ? അല്ല ഈ ഇത്തരം പൈസ കൊടുത്തിട്ട് ലാപ്ടോപ്പ് മേടിക്കണേക്കാൾ നല്ലത് ഒരു കീപാഡ് ഫോൺ മേടിച്ച് തരണല്ലേ. നന്ദി കേട്ടോ, അത്രയും പൈസ ചെലവാക്കിയതിൽ ചുരുക്കി തന്നതിന്. പിന്നെ അല്ലാണ്ട് എന്താ പറയണം? ഒരു ഫോൺ തന്നിട്ട് 2 കൂടെ അതിൽ കിടന്ന് മതി മറന്ന് നടക്കുക. പഠിക്കണമെന്നില്ലാന്ന് എനിക്കറിയാം. ഇവിടാണെങ്കിൽ എപ്പോ ഫോണിൽ കമന്ന് നടക്കാം ഓരോ പ്രോഗ്രാമും കണ്ടോണ്ട്. വിശ്വാസമില്ലേ അമ്മ പഠിക്കുവോ? എനിക്ക് മറ്റുള്ളവരെ പോലെ അല്ല, നിന്നെ ഒട്ടും വിശ്വാസമില്ല. ഇത്തിരി പൊക്കാൻ വെച്ചപ്പോ ജാടാ എനക്ക്. ഈ മാസത്തെ ശമ്പളം കിട്ടിയില്ലേ? ഒരു 75% കിട്ടി. ഇപ്പൊ 20% കിട്ടി. ബോണസാ? ബോണസ് എന്തോന്ന് പോയാലോ നിങ്ങക്ക്? കൊറോണ ഒക്കെ അല്ലേ, ഓണമൊന്നും ഇല്ല. നിങ്ങളെന്താ വല്ല അന്യഗ്രഹ ജീവിയാണോ? കപ്പലണ്ടി പറയരുത്. കിട്ടിയ പൈസ പുട്ടടിച്ച് തീത്താന്ന്
പുട്ടടിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. വാടക കൊടുത്ത് കടയിലെ പറ്റം തീർത്തപ്പോഴാ എല്ലാം തീർന്നു. അപ്പൊ ഞാൻ തന്നെ 5000 രൂപ. അതിൽ നിന്ന് 3000 രൂപ അച്ഛനും കൊടുത്ത് ബാക്കി 2000 രൂപ എടുത്താൽ അല്ലറ സാധനങ്ങൾ മേടിച്ചപ്പോ അതും തീർന്നു. അപ്പൊ നിന്റെ 5 പൈസ ഇല്ല, ഒരു പൈസ ഇല്ല, നയ പൈസ ഇല്ല. ഒറ്റ പൈസ ഇല്ലാന്നേ. പക്ഷെ എനിക്ക് 2000 രൂപ വേണമല്ലോ. അച്ഛനിപ്പോ പൈസ വേണോ? ഇപ്പൊ അച്ഛനെ പൈസ വേണോ? പൈസ ഒന്നും വേണ്ടേ, എനിക്ക് 2000 രൂപ കിട്ടി. കിട്ടിയാ പിന്നെ കിട്ടിയ പിന്നെ എന്റെ അടുത്തൊന്നും ചോദിക്കണം എന്തിനാണ്? അത് പോരെ. അല്ല അച്ഛാ എവിടെ കിട്ടി? അവളെ ബാലൻസിൽ നിന്ന് കിട്ടി. എന്റെ കഴിച്ചിന്നാ വാ 5000 രൂപ ഇരുന്ന് 3000 രൂപ വെച്ച് 2000 രൂപ ഞാൻ എടുത്തു. നീ അല്ലേ പറഞ്ഞ പൈസ ഒന്നും പൈസ ഒന്ന് പറന്നു വന്നാ? ആ പൈസ എനിക്ക് മറ്റേ ഓഫീസിൽ സ്പെഷ്യലായിട്ട് തന്നായിരുന്നേ ഓണോയോട്ടോ. അതിൽ നിന്ന് എടുത്തോണ്ട് പോയി എന്തിനാ വാലു? ഒരു ആവശ്യത്തിന് എടുത്തത്. ഈ എന്തെങ്കിലും ആവശ്യം പിള്ളേരൊക്കെ ഉള്ളതിൽ എന്തെങ്കിലും ആവശ്യം എടുക്കണ്ടേ? അപ്പൊ ഞാൻ വെറുതെ എടുത്തല്ല, ഞാൻ ആവശ്യത്തിന് എടുത്തത്. അത് ആവശ്യമല്ലായിരിക്കുമല്ലോ, അനാവശ്യമായിരിക്കൂലേ? ഇത് ആവശ്യമായിരിക്കൂലേ? എനിക്ക് ഞാൻ അനാവശ്യം അർത്ഥമില്ലാത്ത അനാവശ്യം ആവശ്യമോ? ഞാൻ എടുക്കുന്ന ആവശ്യത്തിന് എടുക്കുന്നത്. എന്താ ആവശ്യത്തിന്? ഇപ്പൊ എന്താ ആവശ്യത്തിനാ? സ്പെയർ പാർട്സ് വാങ്ങിയേ. സ്പെയർ പാർട്സ് എന്തിനാ ഇപ്പൊ? സ്പെയർ പാർട്സ് വെച്ചിരുന്നു കഴിഞ്ഞാൽ ആവശ്യക്കാർ എനിക്ക് ഉടനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ സ്പെയർ പാർട്സിന് വേണ്ടി ഞാൻ കടയിൽ പോണ്ടേ? അയ്യോ, ഞാൻ പൈസ എടുക്കാൻ പോയപ്പോ ചോദിച്ചിട്ടെന്നുള്ളത് തന്നെ എടുത്തപ്പോ ഞാൻ പറഞ്ഞില്ലേടി കുട്ടപ്പിളരെ അവളെ. അയ്യോ ഉത്തരകാശ് അയ്യോ 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 വല്ല മുട്ടിയായിരുന്നോ കണ്ണില്? എന്റെ കണ്ണിലൊന്നും മുട്ടിയില്ല. നിന്റെ കണ്ണിലല്ല അയച്ചത്. അച്ഛന്റെ കണ്ണിൽ അമ്മയ്ക്ക് മനസ്സിലായേ? അച്ഛൻ നൈസിൽ പുകമാറ സൃഷ്ടിച്ച് ഇവിടുന്ന് മറഞ്ഞു കളഞ്ഞു. ഹലോ മീനാക്ഷി പറ. വീടെത്തി. ഞാൻ തിരിച്ചു വരണൂല. ഞാൻ വരില്ലെന്നേ. അവരോട് വെയിറ്റ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അവരോട് വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ വരുന്നില്ല. ഇല്ല ഞാൻ വരുന്നില്ല. ഞാൻ വേറെ മൂഡിലിരിക്കണം. വച്ചിട്ടോ ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായി? എന്താവാൻ? കുറച്ചു നേരം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ആയാനെ. എന്തായാ പോയിട്ട്? ചേട്ടൻ ഇന്റർവ്യൂവിൽ ഫെയിലായി കാണും. ഫെയിലായി? എന്റെ അടുത്ത് ആരാടി പറഞ്ഞ ഫെയില്? എന്റെ അടുത്ത് ആരാടി പറഞ്ഞ ഫെയിലായെന്ന്? അങ്ങാടി തോറ്റ അമ്മേനെ നെഞ്ചത്തെ കേട്ടേ ഉള്ളു. അച്ഛൊന്നും മിണ്ടാണ്ടിരിക്കുക. എനിക്ക് ഭ്രാന്ത് പിടിച്ചു വെക്കണോട്ടോ. മോനെ വിഷ്ണു പറ എന്തായി പോയ കാര്യം? അമ്മ ഞാൻ കുറെ കമ്പനി കണ്ടിട്ടുള്ള അമ്മ. 6 ഷോ എനിക്ക് കാണേണ്ട ആവശ്യമില്ല. 6 ഷോ എനിക്ക് കാണണ്ടെന്നേ. അവിടെ കുറെ പേരെ നേരത്തെ പിടിച്ചിട്ട് എന്റെ അടുത്ത് കാണിച്ചു ഞാൻ അങ്ങ് ഇതാവോ? എത്ര കമ്പനി ഞാൻ കണ്ടിട്ടുണ്ട്. മാറി ഇന്റർവ്യൂ ഈ കിടന്ന് അലറാതെ കാര്യം പറ. മനുഷ്യന് മനസ്സിലാവണ പക്ഷേ പറ. അച്ഛൻ ഞാൻ ഇവിടുന്ന് പോണ മുന്നേ മീനാക്ഷി ഞാൻ പറഞ്ഞില്ല അവിടെ ഉണ്ടാവുന്നു. ഞാൻ ഇവിടുന്ന് കുറെ പ്രാവശ്യം വിളിച്ച് അവിടെ എത്തി. അവിടെ വരാൻ അവിടെ എത്തിയിട്ട് കുറെ പ്രാവശ്യം വിളിച്ച്. ഹലോ അവിടെ എത്തിയിട്ട് കുറെ പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ അവള് വന്നില്ല. വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറയാണ് അവൾ എന്തിന്റെ ഇടയിൽ പെട്ട് നീ ഇന്റർവ്യൂല് കയറിക്കോളാൻ. ഞാൻ കയറി. ഏതവളാണ് വിഷ്ണുവിനോട് പൂജ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്ലീസ്. കാര്യം പറ. 5 or 6 പേരെ കണ്ടസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം പീക്കിരി പിള്ളേര്. പീക്കിരി പിള്ളേര് ഇതിന് ഷോ ആണെങ്കിൽ ഷോ. മീനാക്ഷി പറയടി. വെരി ആംഗ്രി മാൻ. വീട്ടിലാണ്. ഇല്ല ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല അവരോട് വെയിറ്റ് ചെയ്തിട്ടേ. നിനക്ക് സംസാരിക്കണം. നീ ഫോണിൽ സംസാരിക്കണം. നീ നേരിട്ടോ. നീ ഫോൺ കാട്ടി നേരിട്ടോ. അല്ല അപ്പൊ നീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? എന്ത് ചെയ്യാനേ അപ്പൊ? അമ്മ അവിടെ ഒരാളെ ഇന്റർവ്യൂവിന് വിളിച്ച് കയറ്റി കഴിഞ്ഞാൽ അടുത്ത ആളെ 3 മണിക്കൂർ കഴിയുമ്പോഴാണ് വിളിക്കുന്നത്. പോരാത്തിന് ആ ഓഫീസിലുള്ള ഒരുത്തിന് ആരും മൈൻഡില്ല. ഭയങ്കര ചാടാ. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. 5 പൈസ ഇല്ല കയ്യിൽ. അറിയോ? അയ്യോ അപ്പൊ വിശന്നിട്ടാണ് വിഷ്ണുവിന് ഇത്രയും ദേഷ്യം വന്നേ. എന്നാ പിന്നെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി സംഭവം നീ എന്റെ കൂട്ടുകാർ ഇതൊക്കെ തന്നെ. പക്ഷെ അസ്ഥാനത്ത് കയറി സംസാരിക്കരുത് കേട്ടാ. ഈയിടെ വിഷ്ണുവിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. പൊന്ന് ചേച്ചി ഒന്നും മിണ്ടായിരി. കുടിഞ്ഞതാ എന്തോന്ന് വെച്ചാ പറ. എന്തോന്ന് പറയാൻ? നന്നായിട്ട് കൊടുത്തിട്ട് ഒന്നും ഒരുത്തിന് മക്കളെടാ വിഷ്ണു, ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണ്. നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം. അവർ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും. അമ്മയടുത്ത് എന്റെ ടെൻഷൻ പറഞ്ഞ മനസ്സിലാവില്ല. അമ്മ അടുക്കള ഒന്നൊരു ചായ ഇട്ടോ. അമ്മ വാ ഒന്ന് ഇട്ടോ എനിക്ക് ചായ. അടുക്കള പിന്നെ എത്ര നേരം സ്പെൻഡ് ചെയ്താലും ഒരു കുഴപ്പമില്ലല്ലോ. ഉണ്ടായി ചോദിച്ചേ. അങ്ങനെ നല്ലൊരു ജോലി അത് പോയി. അല്ല ഈ ചെറുക്കൻ എത്ര ദേഷ്യം എന്താണ്? അച്ഛ ഒരു കാര്യമില്ലാണ്ട് വിഷ്ണുവിന് ഇത്രയും ദേഷ്യം വരില്ല അച്ഛാ. പിന്നെ വിഷ്ണുവിന്റെ മനസ്സ് എനിക്കറിയാവുന്ന അത്രയും വേറെ ആർക്കും അറിയില്ലല്ലോ. പാവം വിഷ്ണുട്ടൻ.
ആ പൂജ പറഞ്ഞ കറക്റ്റാ. 10-15 വർഷം നമ്മൾ വളർത്തിയതിനേക്കാൾ കൂടുതൽ അവൾക്ക് അറിയാൻ പറ്റുമല്ലോ. ആ അതെ, ആ എങ്ങനെയെങ്കിലും ചെറുക്കനെ പറഞ്ഞ് കമ്പനി അയക്കാൻ നോക്ക്. നല്ല ബെസ്റ്റ് കമ്പനി എന്നല്ലേ കൊച്ചു മീനാക്ഷി പറഞ്ഞത്. എന്ത് നിങ്ങൾ പറ. എടി നീ പറ. നിങ്ങൾ പറയുന്ന പോലെ എടി, നീ പറയടി. നിങ്ങൾ നീ പറ, നീ എന്റെ പറ. പൊന്നെ, ആരെങ്കിലും ഒന്ന് പറ. എന്നാ പിന്നെ ഞാൻ പറയാം. ചേച്ചി പറയാറാവുമ്പോ ഞങ്ങൾ പറയാം. ഓക്കെ? ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്തോട്ട് നിൽക്കാം. ഡേ ഡേ മക്കൾക്ക് ചായ കൊടുത്താ? ദേ ചായ. ഇങ്ങോട്ട് ഇട്. പിടി മക്കളെ. മക്കളെ അച്ഛനൊരു കാര്യം പറയട്ടാ. എന്താ ഇജ്ജ് പറ? ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആർക്കും പണിയില്ല. ഈ സമയത്ത് മക്കളിങ്ങനെ തീരുമാനം എടുക്കരുത്. കമ്പനി അപേക്ഷിക്ക് ചെല്ലി ജോലി കിട്ടും ഉറപ്പാണ്. ചേട്ടോ ചേട്ടോ ചേട്ടൻ ക്രിയേറ്റീവ് സൈഡിലെ പുലിയല്ലേ? ചേട്ടൻ നന്നായിട്ടൊന്ന് പെർഫോം ചെയ്ത് കാണിച്ചാൽ മതി. 6 മാസത്തിനുള്ളിൽ ചേട്ടൻ ചോദിക്കണ സാലറി ഈ കൈ വെച്ച് തരുവര്. പിന്നെ ചേട്ടാ, ഇതിപ്പോ മീനാക്ഷി റെക്കമെൻഡ് ചെയ്തതല്ലേ. അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂവിന് പോവാണ്ടിരുന്ന അതിന്റെ നാളേക്കേട് ചേച്ചിക്കാണ്. അവളായിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട വേണ്ട ഞാൻ എല്ലാവരുടെ അടുത്ത് പലതവണ പറഞ്ഞതാ. പൂജ അച്ഛാ, ജോലി ഇല്ലെങ്കിൽ മുണ്ട് മുറുക്കി കെട്ടി പട്ടിണി കിടക്കണം. എന്നാലും 6 ഫ്രണ്ടിൽ തല കുഞ്ചിക്കരുത് എന്ന് അച്ഛൻ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അച്ഛൻ പറഞ്ഞു, സംഭവം ശരി തന്നെ. പക്ഷേ ഇപ്പം കൊറോണയുടെ മുമ്പില് ലോകം മൊത്തം തലകുനിച്ചിരിക്കുകയല്ലേ. അല്ല, അവനെ നാളായില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാ കെട്ടിക്കും നമ്മള് അല്ലേ? ആ വിഷ്ണുവേട്ട ആരെ മുന്നിൽ തന വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഞാനേ അച്ഛൻ്റെ അടുത്ത് വെച്ചിട്ട് വിഷ്ണുവേട്ട ഞാനൊരു ജോലി വാങ്ങിച്ചെന്നാലോ? അച്ഛാ, ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവർ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അവസ്ഥയൊക്കെ കാരണം അയാള് ജോലി ഇട്ടിട്ട് പോയി. വിഷ്ണുവേട്ട ഞാൻ ഡ്രൈവറാണ് വാങ്ങിച്ചോട്ടെ. തോട്ടക്കാരൻ ജോലി നിർത്തി പോകാത്ത ബാക്കിയായി. ഞാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള വർക്കറാണ്. എത്ര അഡ്വർടൈസിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ? എത്ര കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് അറിയോ? ലാസ്റ്റത്തെ ആഡ് കമ്പനി തന്നെ. അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഡയറക്ട് ചെയ്ത്, ഒറ്റയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്ത്, ഒറ്റയ്ക്ക് ഹോർഡിങ്സ് നോക്കി ഒളിച്ചടിക്ക് നിലംപരിശാക്കി. സൂപ്പറായിരുന്നു അവസാനം. അടിപൊളിയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് അവര് ഞാൻ അവരുടെ ടൈപ്പ് അല്ലടി, ഞാൻ വേറെ ലെവലാണ് കേട്ടോ. എന്റെ തരത്തിൽ അവർ എത്തിയില്ല. ചേട്ടാ ചേട്ടാ, ഇത് വേണ്ട. ഇത് അഹങ്കാരത്തിന്റെ വർത്തമാനമാണത്. വേണ്ട. വല്ല ബുക്ക് എടുത്ത് പോയി ഈ വായിക്കടി പോയി പടി. അഹങ്കാരത്തിന് വർത്താനം പറഞ്ഞോണ്ട് വിട്ടുകൊടുക്കട്ടോ. മീനാക്ഷി വിളിക്കുന്നുണ്ട്. എടുക്കുക. ആ എന്താ മോളെ? ആ മോളെ, അവൻ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തെന്ന് അറിയാമോ? അതാ അവന് ദേഷ്യം വന്നത്. ആ ഓ ആ ആ ആ ശരി, ഞാൻ പറയാം. ആ എന്റെ മോനാണ്. അതെ, അവരെല്ലാരും അവിടെ വെയിറ്റ് ചെയ്യണ്ടെന്ന്. ഇവന് ഇന്റർവ്യൂവിന് പോയില്ലേ? ആ സാറുമാർ അവിടെ വെയിറ്റ് ചെയ്യണ്ട്. ഇവൻ അവിടെ ചെന്നിട്ടുണ്ട്. ഇപ്പൊ ഇവന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന്. അമ്മ സോറി, ഞാൻ ഡിസിഷൻ എടുത്താണ്. എന്നെ കൊണ്ട് പറ്റില്ല. അതെ, വിഷ്ണുവേട്ടൻ കലിപ്പായതാട്ടാ. മക്കളെ, എന്താ അത് എന്റെ മോനാണ്. വേറെ ലെവലാണ്. തെണ്ടാ മതി കിടക്കണം. അതെ, ഞാൻ ആദ്യം ഉടക്കിയതാ. ആ ഇപ്പൊ ഓരോന്നിനും എനിക്ക് എത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ആ പീക്കിരി പിള്ളേർപ്പ് ഇത്ര നേരം ഒന്നും എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇന്റർവ്യൂവിന്. വേറെ ആളെ നോക്കാൻ പറ. ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നണത് അവർക്ക് നിന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, ആ കമ്പനിക്കാർക്ക്. ഇപ്പൊ നമ്മള് മീനാക്ഷി പറഞ്ഞപ്പോഴായിരിക്കും അവർക്ക് കത്തിയത്. അപ്പൊ നീ ഒന്നുകൂടെ ഒന്ന് ചെന്ന് നോക്കും. അപ്പൊ ചിലപ്പോ ശരിയായാലോ? ഞാൻ പോകണല്ലോ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യ. ആ എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. അല്ല പിന്നെ ഇത് വേറെ ഒന്നുമല്ല. നീ ഇന്റർവ്യൂവിന് പോകാൻ നേരത്ത് എൻ്റെ കാല് തൊട്ട് തൊഴാന്ന് അറച്ച് നീ മനസ്സാ തൊട്ട് തൊഴുതിരുന്നെങ്കിൽ നീ കമ്പനിയിൽ ഇത്രയും നാറില്ലായിരുന്നു. നാറും അതുറപ്പാണ്, പക്ഷെ ഇത്രയും നാറില്ലായിരുന്നു. ചേട്ടോ ഞാൻ അവരാണ് നാറിയത്. ഈ മുടിയന് തലയ്ക്ക് വിലയിടാൻ ഒരു കമ്പനി വളർന്നിട്ടില്ല അച്ഛാ. ഒരു കമ്പനി വളർന്നിട്ടില്ല. ചേട്ടൻ നേരത്തെ പറഞ്ഞൊക്കെ ശരിയല്ല. പക്ഷെ ചേട്ടൻ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ. 1-2 കമ്പനി ഞങ്ങളുടെ ജോലി കിട്ടാ, അത്രേ ഉള്ളൂ. 1, 2, 3 കമ്പനിയിൽ വർക്ക് ചെയ്യണം. 300 കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അത്ര സ്കിൽഫുൾ ആണ് ഞാൻ കേട്ടാ. എന്റെ വിഷ്ണുടെ വേറെ ലെവലാ. എന്റെ പൊന്നെ, ചേച്ചി പോയി നമ്മെ സഹായിക്കാവോ? ഈയിടെയായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാടാ. ചേച്ചി അമ്മയുടെ ദേഷ്യം കാണാൻ കിടക്കുന്നേ ഉള്ളു. എടി ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റത്തില്ലെന്ന്. കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചപ്പറത്തിലായി. ഇല്ല വേണ്ട. അല്ല നീ എനിക്ക് വേണ്ടി ഇനി കമ്പനി റെക്കമെൻഡ് ചെയ്യണ്ട. ആ കുഴപ്പം. ഓ ശരി. പൊന്നോ, അവളുടെ വക വേറെ ഭീഷണി. ഞാൻ അവളെ എനിക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യില്ല. അത്ര എനിക്കെന്താണ്, ഞാൻ അവളെ കണ്ടിട്ടാണ് ജനിച്ചത്. അയ്യോ, മീനാക്ഷി പിണങ്ങിയാ? അയ്യോ എന്നാ പിണങ്ങിയ ഇപ്പൊ എന്താണ്? അതിനിപ്പോ എന്താണ്? ഇപ്പൊ
പെണങ്ങട്ടവള് അത് തന്നെ. പാവം ചേച്ചി. അവളത്ര പാവമൊന്നുമല്ല. ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആർക്കെപ്പോ ദേഷ്യം വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ദേഷ്യം വന്നെല്ലാം പറഞ്ഞു കേട്ട് കിടന്ന് കരയേണ്ട കാര്യം. വിഷുട്ടാ ഞാൻ പോവാ. ആ പോകുന്നു. അച്ഛാ എന്റെ പൊന്നു മക്കളെ കുറച്ചു നേരത്തേക്ക് ഒന്ന് മിണ്ടാതിരി. എടാ വിഷ്ണു ഞാൻ പറഞ്ഞാണ്. അച്ഛാ എന്നെ ഇതിനകത്ത് ഫോഴ്സ് ചെയ്യിപ്പിക്കില്ല അച്ഛാ, പ്ലീസ്. എന്നെ പറ്റിയാണോ? ഓ ഞാൻ തലല് ചാവും. ചേട്ടാ ചേട്ടാ ചേട്ടന് ഇന്റർവ്യൂവിന് പോണം. നീ എന്നെ ഉപദേശിക്കാനായിട്ടില്ല കേട്ടാ, നീ എന്നെ ഉപദേശിക്കാനായിട്ടില്ല, വളർന്നിട്ടില്ല. ചേട്ടാ അവള് പറഞ്ഞാലും നീ കാര്യം. എന്റെ ചേട്ടനാവല്ലടാ, എന്റെ ചേട്ടനാവല്ലടാ. എടാ മക്കളെ പറഞ്ഞ കാലം അച്ഛാ പ്ലീസ്. വിഷ്ണുട്ടാ എന്തെങ്കിലും കാര്യമില്ലാണ്ട് എല്ലാരും ഇങ്ങനെ പറയില്ലല്ലോ, ഒന്ന് പോയി നോക്കിക്കൂടെ ഒന്ന്. പൂജ ചേറാം. ഞാൻ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. മോനെ 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 വിഷ്ണു, എന്തമ്മാ? മക്കളവിടെ നിക്ക് പോവല്ലേ. എന്തിനമ്മാ? ഒരു മിനിറ്റ് ആണ് നിക്കടാ. പോരാ. ഓ ഇനി അമ്മയുടെ വക വേറെ ഉപദേശമായിരിക്കും. അച്ഛൻ എനിക്ക് സ്വന്തമായിട്ട് കാലിബർ ഇല്ല. എന്തിനാ നിങ്ങൾ പറയും? ഞാൻ ഇവിടെ പോലും ജീവിക്കും ചാ. എന്റെ മോ എന്തുമാത്രം ടെൻഷൻ അനുഭവിക്കുന്നു അല്ലേടാ. അച്ഛനെങ്കിലും മനസ്സിലാവുണ്ടല്ലോ. മക്കളൊരു കാര്യം മനസ്സിലാക്കണം. അച്ഛൻ പറയണത് ഒരു കാര്യം, നമുക്ക് സമാധാനിക്കും. കുഴപ്പമില്ല. കൊച്ചി രാജാവിന്റെ മോനാ അല്ലെങ്കിൽ പറയടാ. മര്യാദക്ക് ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതി. അല്ലാണ്ട് നീ ഇവിടെ ഒരു നിമിഷം നിൽക്കാം. എടുക്കണത് ഇന്റർവ്യൂ പോടാ. ശരീരം ഇവിടെ ജീവിക്കാന്ന് വിചാരിച്ചല്ലേ? വിളിക്കടാ അവളെ വിളിക്കടാ. മീനാക്ഷിയെ വിളിക്കടാ. ഹലോ മീനാക്ഷി, അതെ ഞാൻ ഇന്റർവ്യൂവിന് വരാട്ടാ. ഇല്ല എനിക്ക് എടി വരണം. എനിക്ക് ഇന്റർവ്യൂ ഞാൻ വരണം. എനിക്ക് ഇന്റർവ്യൂവിന് വരണം. അത്യാവശ്യമാണ്. പ്ലീസ് പ്ലീസ് എന്തെങ്കിലും ചെയ്. ഇന്ന് പറ്റില്ല. നേടി നാളെ ഉള്ളൂന്നാ. എടി ഒന്നും ചെയ്യാൻ പറ്റില്ലേ? എന്താടാ പറടാ. ഫോൺ കട്ട് ചെയ്തിട്ട് കാര്യം പറടാ. ആ ശരി പറടാ കാര്യം പറ. എന്താണ് പറഞ്ഞത്? നാളെ ഇന്റർവ്യൂ ഉള്ളൂ, ഇന്നില്ലെന്ന്. നാളെ ഇന്റർവ്യൂ ഉള്ളൂ, ഇന്നില്ല. നാളെ ഇന്റർവ്യൂ ഉള്ളൂ. എന്നാ പിന്നെ കുഴപ്പമില്ല. നാളെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നീ ഇതിനകത്തേക്ക് കയറിയാൽ മതി. ഇറങ്ങടാ പുറത്ത്. ഇന്റർവ്യൂ എങ്ങാനും തോറ്റു കഴിഞ്ഞാ ഈ ഗേറ്റിലാണ് ഇവിടെ വരരുത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നീ ഇതിനകത്ത് വന്നാ മതി. നാളെ ഇന്റർവ്യൂ എപ്പോഴാണോ അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. ഒരു മാസം കഴിഞ്ഞ ഇന്റർവ്യൂ ഉള്ളെങ്കിലാ. ദൈവമേ, ഇത്ര കിടന്ന് അഹങ്കരിക്കണ്ടായിരുന്നു. നാളെ ഇന്റർവ്യൂ കഴിയണവരെ ഞാൻ എവിടെ കിടക്കാനാ? നീ ഒന്നും തമാശ പറഞ്ഞാണ്. അമ്മ പൂവേ പൊന്നാരപ്പൂവേ പൊന്നാവണിയാ